അർണബിൻ്റേത് ഒരു ന്യൂസ് ചാനലൊന്നും അല്ല അത്. അതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അത് നിങ്ങൾ അതിനകത്ത് കാര്യപ്പെട്ടെന്തെങ്കിലും വാർത്ത കണ്ടിട്ടുണ്ടോ? രാവിലെ തുടങ്ങുകയാണ് അതിൻ്റെ ഒച്ചയും ബഹളവും. അതിനകത്ത് വാർത്തകൾ, സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പരമ്പരാഗത സ്വഭാവമുള്ള പാക്കേജുകൾ, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. രാവിലെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ബഹളം വയ്ക്കുക, ആ വിഷയം രാജ്യത്തെ സർക്കാരിനെ സമ്പൂർണ്ണമായും സഹായിക്കുന്നതായിരിക്കാൻ നിർബന്ധ ബുദ്ധിയുണ്ട്. കോൺഗ്രസിനെ, മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ, സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, ഇവരെയൊക്കെ അധിക്ഷേപിക്കുക. വിമർശിക്കുക എന്നുള്ള വാക്കുപോലും അവിടെ ആപ്റ്റല്ല, അധിക്ഷേപിക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ BJPയുടെ ഒരു പ്രൊപ്പഗൻഡ മെഷീനാണ് റിപ്പബ്ലിക്. അതൊരു ന്യൂസ് ചാനലല്ല. ന്യൂസ് ചാനലിൻ്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്നു. ജേർണലിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതിനകത്തുണ്ട്. ജേർണലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന അർണബ് ഗോസ്വാമി അതിൻ്റെ നായകനാണ്. അദ്ദേഹം ശരിയായ ജേർണലിസം ചെയ്തിട്ട് വർഷങ്ങളായി കാണും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഇപ്പം നേരത്തെ ഞാൻ സെർച്ച് ചെയ്യായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ 2 സന്യാസികളെയും അവരുടെ ഒരു ഡ്രൈവറെയും ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കൊല്ലാനുള്ള കാരണം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വേഷം മാറിയ സംഘമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അതാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. ഇദ്ദേഹം പറഞ്ഞത് ഹിന്ദു സന്യാസിമാരെ മറ്റു മതസ്ഥർ തല്ലിക്കൊല്ലുന്നു. 80% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇതേത് നാടാണ്? ഇതിനെതിരെ കർശനമായ നടപടി വേണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അതിൽ മിണ്ടാത്തത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതുകൊണ്ടാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പ്രതി ഇറ്റലിയിലേക്ക് അവർ കൃത്യമായി റിപ്പോർട്ട് അയക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവാചകം വരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അർണബ് ഗോസ്വാമി പറഞ്ഞു. ആ സംഭവം അർണബ് ഗോസ്വാമിയുടെ ചാനൽ വഴി പ്രചരിപ്പിച്ചത് വഴി രാജ്യത്ത് പലയിടത്തായിട്ട് എന്തുണ്ടായി? വലിയ തോതിലുള്ള ഹേറ്റ് സ്പ്രെഡ് ഉണ്ടായി. അതിനെ ചൊല്ലി പലയിടത്തും കേസ് കൊടുക്കപ്പെടുകയും ജോലി ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അർണബ് ഗോസ്വാമിയുടെ ചാനലിനകത്ത് വരുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അധിക്ഷേപങ്ങൾ, ഇതിനെതിരെ ഒന്നും ഒരു നടപടി ഉണ്ടാവില്ല. വേറെ വല്ല ചാനലുമാണെങ്കിൽ നിങ്ങൾ ഇന്ന നോംസ്, ലൈസൻസ് നോംസ് ലംഘിച്ചിരിക്കുന്നു, ഇന്ന നിയമം ലംഘിച്ചിരിക്കുന്നു, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ആക്ട് ലംഘിച്ചിരിക്കുന്നു പറഞ്ഞ് നോട്ടീസ് വരേണ്ട എത്ര പരശതം കുറ്റങ്ങളാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, എന്താണ്, നമ്മുടെ കോവിഡ് കാലത്ത് തബലി ജമാഅത്തുകാരുടെ യോഗം, അവർ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്ന പണിയാണ്. ഇതിന് നേതാക്കളെ മുഴുവൻ കേസെടുത്ത് ജയിലിൽ അടക്കണമെന്ന് അദ്ദേഹം ആക്രോശിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന യോഗമാണ്, കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിരുന്ന, അല്ലാതെ വിവരം പുറത്തു വന്നു. അദ്ദേഹം ഒരു മാപ്പും പറഞ്ഞില്ല, ഒരു തിരുത്തലിനും പോലും. നമ്മൾ മലയാളികളെ കുറിച്ച് ആലോചിച്ചു. പണ്ട് പ്രളയം ഉണ്ടായ സമയത്ത്, 1ാം പ്രളയകാലത്താണ് ദുബായ് നമുക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നത്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട വർഗ്ഗം മലയാളികൾ എന്നാണ് ഇദ്ദേഹം ആക്ഷേപിച്ചത്. എന്നിട്ട് വിദേശത്ത് നിന്ന് പലയിടത്തും പൈസ വരുന്നു, അത് അവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും രാജ്യത്തെ വിഘടനവാദികളും ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം ആഞ്ഞങ്ങ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ സോഷ്യൽ മീഡിയയ്ക്ക് മലയാളികളെയാണല്ലോ, മലയാളികളെ തിരിച്ചാക്രമിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ റിവ്യൂവിൽ പോയിട്ട് കംപ്ലീറ്റ് റിപ്പബ്ലിക്കിനെ അങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അദ്ദേഹം ഗൂഗിൾ റിവ്യൂ പൂട്ടി വെക്കേണ്ടി വന്നു. മലയാളികളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം എന്താണെന്ന് മനസ്സിലായത് അന്നാണ്. അപ്പോൾ ജേർണലിസം എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം നേരത്തെ നിർത്തിയതാണ്. എന്താണോ ഇവിടുത്തെ ഭരണകൂടത്തിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ വിഭജന നയം,